Cappuccino assassino. Assassini cappuccini. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നല്ല മഴയും പെയ്യുന്നു. എനിക്ക് നല്ല വിശപ്പ്. ആരെയും കിട്ടിയാർന്നെനിക്കൊന്ന് വക വരുത്തായിരുന്നു. ആവശ്യത്തിന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, കാപ്പിയുടെ മണം വരുത്താം. കാപ്പിയുടെ മണം വരുത്തിയിട്ട് ആരെയെങ്കിലും ഞാൻ വലയിലാക്കാം. അവിടെ എന്താ കാണുന്നത്? ഒരു ബ്യൂട്ടി പാർലർ അല്ലേ കാണുന്നത്? അങ്ങോട്ട് പോകാം, അവിടെ ആളുകളുണ്ടെന്ന് തോന്നുന്നു. മഴയായിട്ടാന്ന് തോന്നുന്നു ആരെയും ബ്യൂട്ടി പാർലറിലോട്ട് കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ മാം. ആ വരൂ വരൂ. ഞാനിന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകണം നാളെ. ആ അതിനെന്താ ഫേഷ്യൽ ചെയ്യാമല്ലോ. ഏത് ഫേഷ്യൽ വേണം? പേളുണ്ട്, ഗോൾഡൻ ഫേഷ്യലുണ്ട്, പപ്പായ ഫേഷ്യലുണ്ട്, ഫ്രൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഫേഷ്യലുണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എനിക്ക് പപ്പായയുടെ ഫേഷ്യൽ മതി കേട്ടോ. ആ ശരി ശരി, ഇതാ ചെയറിലോട്ട് ഇരുന്നോളൂ. ഞാനെന്തായാലും ഫേഷ്യൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പോയി എടുത്തിട്ട് വരട്ടെ. ആ ഓക്കെ. Cappuccino assassino. Assassini cappuccini. Questo killer furtivo si infiltra tra i nemici. ഹായ്, നല്ല കാപ്പിയുടെ മണം വരുന്നു. ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാലേ, അതായത് ചില സ്വർണ്ണക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാപ്പിയൊക്കെ കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കൊണ്ട് വരുമോ ഇനി ആ പുള്ളിക്കാരി. കാപ്പിയുടെ മണം പരക്കട്ടെ, അങ്ങനെ പരക്കട്ടെ. മുഖത്ത് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വെയിൽ കൊള്ളാറുണ്ടോ? സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ലേ? ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അതത്ര ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുന്നു. മാം ഇവിടെ നിന്ന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചോളാം. ആ ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു സൺസ്ക്രീൻ തന്നു വിടാം. സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മാം. കാപ്പിയുടെ നല്ല മണം വരുന്നില്ല. കാപ്പി കുടിച്ചിട്ടാണോ വന്നത്? ഇല്ലില്ല, ഞാൻ വൈകിട്ട് സ്നാക്സ് മാത്രമേ കഴിച്ചുള്ളൂ. 5 മണിയായപ്പോൾ കോഫി കുടിക്കാൻ ടൈമില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ബസ്സിങ്ങി പോകുന്നപ്പോൾ ഞാൻ അതിൽ കയറിങ്ങി പോകുന്നു. ഓ നല്ല കാപ്പിയുടെ മണം വരുന്നുണ്ട്. പക്ഷേ ഇതെവിടെയാണോ എന്തോ. ഇതിനടുത്തൊന്നും അങ്ങനെ കോഫിയുള്ള കടകളൊന്നും ഇല്ലല്ലോ. പിന്നെ എവിടെ ഈ മണം വരുന്നത്? എനിക്ക് പക്ഷേ കോഫി കുടിക്കാനായിട്ട് തോന്നുന്നു ഈ മണം കേട്ടിട്ട്. ഈ പിന്നെ ഫേഷ്യലിംഗ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോവാം കേട്ടോ കാപ്പി കുടിക്കാൻ വേണ്ടി. ഒന്നാമത് പുറത്ത് നല്ല മഴയല്ലേ മാം. മാം എന്തിനാ കഷ്ടപ്പെട്ട് പുറത്ത് പോകുന്നത്? ഒരു കാര്യം ചെയ്യും, ഇതിനടുത്തൊന്നും കടയില്ലെന്നല്ലേ പറഞ്ഞത് കോഫി കിട്ടുന്ന കട. ഞാനെന്നൊരു കാര്യം ചെയ്യാം, ഞാനാണെങ്കിലേ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യട്ടെ. ആ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യട്ടെ, ഓർഡർ ചെയ്തിട്ട്. അതാകുമ്പോഴത്തേക്ക് നമ്മൾ ഫേഷ്യലിംഗ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സാധനം എത്തും. അങ്ങനെ കാപ്പി ഓർഡർ ചെയ്ത് വാങ്ങിക്ക്. കാപ്പി ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ തനി സ്വരൂപം എടുത്ത് നിൻ്റെയൊക്കെ അടുത്തെത്താനെത്തുള്ളൂ. പക്ഷെ കാപ്പിയെക്കാളും നീക്കൊക്കെ കാപ്പുച്ചീനോ വാങ്ങിച്ചാൽ എൻ്റെ ശക്തി കൂടത്തുള്ളല്ലോ. എനിക്ക് എന്തായാലും ഫേഷ്യൽ ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് കാരണം നാളെ പാല് കാച്ചിന് പോകുമ്പോഴേ കുറച്ച് തിളങ്ങി നിൽക്കണം. അമ്മൂമ്മ വിളിച്ചിട്ട് വരത്തില്ല. അമ്മൂമ്മയുടെ മൂപ്പ് എന്നെ കണ്ട് പരിപാടിച്ചിരിക്കും. അമ്മൂമ്മ ഒന്ന് വാ അമ്മൂമ്മ ഫേഷ്യൽ ചെയ്യാം. പിന്നെ എനിക്ക് ഇത്ര പ്രായമുണ്ട്. ഈ പ്രായമുള്ളവരൊക്കെ ആരും ഫേഷ്യൽ ചെയ്യും. എന്തോ പറയുക പിള്ളേരെ. നായമ്മ എന്റെ അമ്മയുടെ ബ്യൂട്ടി പാർലർ ആയിട്ട് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. പിന്നെന്താ ഫ്രീ ആയിട്ട് ചെയ്ത് തരത്തില്ലയോ? വാ അമ്മൂമ്മേ, ഞാൻ മുഖമൊക്കെ വല്ലാതിരിക്കുക. ശരി അമ്മേ, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അമ്മയുടെ ബ്യൂട്ടി പാർലർ അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാലോ. വാ അമ്മ, നാളെ എന്തായാലും പോകുന്നില്ലേ പാല് കാച്ചിന്? നല്ല തിളങ്ങിക്കണ്ടേ? ഓ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. എന്തായാലും ഞാൻ വരാം. എന്റെ മുഖം കൂടെ ഫേഷ്യലേക്ക് എന്തായാലും. മേഡം ഞാൻ കോഫി ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം. ആഹാ, ഇതൊക്കെ എല്ലാവരുടെ ബ്യൂട്ടി പാർലറല്ലേ? നിങ്ങളങ്ങനെ വരാറില്ലല്ലോ ഇവിടെ. ആ അത് കുറെ നേരം കൊണ്ട് നല്ല കോഫിയുടെ മണം. ഞങ്ങൾ അതുകൊണ്ട് എന്താ അറിയോ, കോഫി ഓർഡർ ചെയ്യാൻ ഇരിക്കുവായിരുന്നു. ഈ പിള്ളേർ എന്നെ കൂടെ വിളിച്ചിട്ട് വന്നേക്കുന്നത് ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. മണിക്കുട്ടിയുടെ വീടിന്റെ ഒക്കെ പാലുക ചെല്ലി നാളെ അതിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഈ ഫേഷ്യലിങ്ങിന് വന്നത്. ഇവരിപ്പോൾ എന്നെ കൂടെ വിളിച്ചിട്ട് വന്നേക്കോ, എന്റെ കൂടെ മുഖം ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ അത് വേണം വേണം. നാണിയമ്മയുടെ മുഖത്ത് വേണം കുറച്ച് കരുവാളിപ്പൊക്കെ ഉണ്ട്. ഞാൻ ഫേഷ്യൽ ചെയ്ത് തരാം. ശാരദയുടെ മുഖം ആകെപ്പാട്ട് ഡള്ളായിട്ടിരിക്കാന്നല്ലോ. ശാരദയുടെ മുഖം ഫേഷ്യൽ ചെയ്യണമല്ലോ. ആഹാ, പിന്നെ ഫേഷ്യൽ ചെയ്യണമെന്നോ? പിന്നെ എനിക്കെങ്കിൽ നാളെ വെട്ടി തിളങ്ങണം, അതുകൊണ്ട് ഞാൻ വന്നത്. അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്ക് മതി. ഒന്നുമില്ലെങ്കിൽ എന്റെ അമ്മയുടെ ബ്യൂട്ടി പാർലർ ഇവർ ആദ്യമായിട്ട് വരുമല്ലേ. അമ്മ ഇവരെ ഞെട്ടിച്ചു കൊടുക്കണം കേട്ടാ. ആ അതൊക്കെ ഞാൻ ഏറ്റ്. മാം എന്നാ കുട്ടികളോട് കോഫി ഓർഡർ ചെയ്യാൻ പറ. ആ പിള്ളേരെ പറഞ്ഞാലേ, നിങ്ങൾ പറഞ്ഞില്ലേ കോഫിയുടെ മണം വരുന്നത്. ഞങ്ങൾ ഈ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. നിങ്ങളൊന്ന് ഓർഡർ ചെയ്തേ. ഞാൻ തന്നെ ഈ പണിയിലായോണ്ടേ എനിക്കിപ്പോൾ സമയമില്ല, പുള്ളിക്കാരത്തേക്ക് സമയമില്ല. നിങ്ങളൊന്ന് ഓർഡർ ചെയ്തേ ഫോൺ എടുത്ത്. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ കോഫിക്ക്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കാപ്പുച്ചിനോ ഓർഡർ ചെയ്യും. കാപ്പുച്ചിനോ വേണ്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല എനിക്ക് വേണം കാപ്പുച്ചിനോ. ആ എല്ലാവർക്കും വേണ്ട സാധനം തന്നെ മതിയായിരിക്കും. മാം എനിക്കും കോപ്പുച്ചിനോ മതി. വാട്ടവർ, എനിക്കും അത് മതി. ഞാൻ വരാന്തയിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഓർഡർ ചെയ്യാം. എന്താണെന്നറിയാം, ഇതിനകത്ത് അങ്ങനെ നെറ്റ് കുറവാന്ന് തോന്നുന്നു. അത് മഴയല്ലേ. ആ എന്നാ കിങ്ങിണി ചെല്ല്. ഈ പുള്ളിക്കാരുടെ ഫേഷ്യലിംഗ് ഇപ്പൊ കഴിയും കേട്ടോ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്ത് തരാം കേട്ടോ. അതിനെന്താ പതുക്കെ മതി, നമുക്ക് പിന്നെ തിരിച്ചൊന്നിച്ച് പോകാമല്ലോ. ഓർഡർ ചെയ്തോ കിങ്ങിണി? ആ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. എക്സ്ക്യൂസ് മീ, നിങ്ങൾ കോഫി ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നോ? ആ അതെ അതെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
എല്ലാവർക്കും കൂടെ ഉള്ള കോഫി ഉണ്ട് ബൾക്കായിട്ട് ഞാൻ എന്നിട്ട് ഇവിടെ പേസ്പോർട്ടിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൽക്കാലം എന്തെങ്കിലും ഒരെണ്ണം പിടിക്കുക. ഓ സോറി കോഫി അല്ല ഇത്, കാപ്പുച്ചീന. എനിക്ക് പറഞ്ഞു തെറ്റിപ്പോയതാ. കാപ്പുച്ചീന തന്നെ ഇത്. ആ പേസ്പോർട്ടിനകത്ത് തന്നെയാണ് വെച്ചാലേ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കുടിച്ചോളാം. ആ ഓക്കെ. ചേട്ടാ പേയ്മെന്റ് ആണെങ്കിൽ ഞാൻ ഓൺലൈനിൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടേ. ആ കിട്ടിയിരുന്നു. നല്ല മണമുണ്ട്. ആ ഓക്കെ ബൈ, ഇവിടെ വെച്ചിട്ടുണ്ടേ. ശാന്തച്ചത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കുടിക്കാം. അവിടെ അല്ലേ വെച്ചേരുന്നത്. ഇവിടെ അകത്ത് നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം വൃത്തികേടാകുമ്പോ. ആ അത് തന്നെ ശരി, അങ്ങോട്ട് പോവാം. ആ ഇത് ഞാനെടുത്ത് കുടിക്കാം. ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഓ നല്ല ടേസ്റ്റ്. Cappuccino assassino. Assassini. അതെന്താ സൗണ്ട് കേട്ടത്? ആരത് കാപ്പുച്ചീനെന്ന് പറയുന്നത്? Cappuccino assassino. Assassini cappuccini. Questo killer furtivo si infiltra tra i nemici. ഇതാരാ? നിങ്ങൾ പേടിയാവുന്നു കണ്ടിട്ട്. എന്താ അവിടെ പ്രശ്നം? അയ്യോ പേട ഇങ്ങോട്ട് ഓടി വന്നേ. ഒരു കാര്യം കാണിച്ചാൽ ഇങ്ങോട്ട് വാ. Cappuccino assassino. Assassini cappuccini. Questo killer furtivo si infiltra tra i nemici. Cappuccino. അതെ, ഞാനാണ് കാപ്പുച്ചീനോ അസസീനോ. അയ്യോ ഇത് നമ്മളെ പിടിച്ചു തന്നെ. ഈ സാധനം പേടിയാവുന്നു കണ്ടിട്ട്. ഇതെന്താ സാധനം? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിനെ. അയ്യോ കയ്യിലാണെങ്കിൽ വാളിരിപ്പുണ്ടോ. നമ്മളയക്കുന്നത് ശരിയാക്കും. ഓടിക്കാനും അങ്ങനെ പോകാൻ വരട്ടെ. എനിക്കും വിശക്കുന്നു. നിങ്ങൾ മാത്രം കുടിച്ചാൽ മതിയോ കാപ്പുച്ചീനോ? എല്ലാരും കൂടെ കടന്നു കളഞ്ഞോ? എന്തായാലും നിങ്ങളുടെ ഈ ബ്യൂട്ടി പാർലർ കളഞ്ഞിട്ട് പോകത്തില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ കാണും. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാ പറ്റത്തില്ല. എനിക്ക് വിശക്കുന്നു. അവർ പറയാതെ തന്നെ പോകാം. കാപ്പിയുടെ മണം കേട്ടില്ലേ? നിങ്ങൾ എനിക്ക് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാപ്പുച്ചീനോ അസസീനയുടെ കാര്യമൊക്കെ. പിന്നെ പലറിനോ കാപ്പുച്ചീനോ ഇവരുടെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചേച്ചി നമ്മൾ പറഞ്ഞ നേരത്തെ ഈ പലറിനെ കപ്പച്ചിനെയും പിന്നെ ഈ അസസിനെ കപ്പച്ചിനെയും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് മാളുടെ അമ്മയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്? അയ്യോ എന്തായാലും പേടിയാവുന്നു കണ്ടിട്ട്. എന്തും ഇത് രണ്ടു വാളും കൈ പിടിച്ച് മഴയായപ്പോ പുറത്തിറങ്ങിയതായിരിക്കും കേട്ടോ വിശന്നിട്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്നത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേറെ എങ്ങോട്ടും പോകാം. ഒന്നോ തന്നെ മഴ നനഞ്ഞു കുഴഞ്ഞു. അയ്യോ ശരിയാന്നല്ലോ. പിള്ളേർ പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചത് വേണ്ട. പിള്ളേർ മഴ മൊത്തം നനഞ്ഞ് ഇനി പനിയാവത്തില്ല. Cappuccino assassino. Assassini cappuccini. അയ്യോ കാപ്പുച്ചിനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിള്ളേർ തോണ്ട ഒരു ട്രക്ക് വരും. നമുക്ക് അതിൽ കൈ കാണിച്ച് കയറി പോകുന്നില്ല. ഓ ഈ ട്രക്ക് കിട്ടിയോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയാൻ വരട്ടെ ശാന്തിച്ച്. നമ്മൾ എന്തായാലും ആ കാപ്പുച്ചിനെ വാങ്ങി പിന്തുടരുന്നല്ലേ ഉള്ളൂ. അല്ല നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ പേടിച്ച് വണ്ടിക്കത്തിരിക്കുന്നത്? ഞാൻ പിന്നെ മഴയായിട്ട് പിന്നെ നിർത്തിയതേ ഉള്ളൂ. ഞാനിനിയിപ്പോ അടുത്ത ടൗൺ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ അവിടെ ഇറക്കാം. ആ അത് കുഴപ്പമില്ല. അടുത്ത ടൗണിൽ ഇറക്കിയാലും മതി. ഓ മോനെന്തായാലും ഞങ്ങളെ ഈ വണ്ടിക്കകത്ത് കയറ്റാൻ കാണിച്ച മനസ്സ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പകുതി രക്ഷപ്പെട്ടെന്ന് പറയാം. ആഹാ കാപ്പുച്ചിന്റെ അസോസിനെയൊക്കെ ആർക്കറിയാൻ വയ്യാത്തത്? കുറച്ചു പേർക്കൊക്കെ ഉള്ളായിരിക്കും അറിയാത്തത്. പക്ഷെ എനിക്കറിയാം കേട്ടോ. ആഹാ മോനറിയാവോ? അയ്യോ എനിക്കറിയത്തില്ല. ഇവരൊക്കെ പറയുന്നത് കേട്ടി പിള്ളേര്. ഭയങ്കര ഡേഞ്ചറാ പുള്ളിക്കാരൻ. കാരണം എന്താ അറിയാം, കയ്യിലാണെങ്കിൽ 2 വാളായിരിക്കുന്നത്. ഓ എന്താ പറയുന്നത്? ഞാനെങ്കിൽ ഈ ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിൽ പോയത്. ഞങ്ങളാണെങ്കിൽ കോഫിയുടെ മണം വന്നപ്പോഴത്തേക്ക് പിന്നെ സ്വിഗ്ഗിയിലാണെങ്കിൽ കോഫി അല്ല കാപ്പുച്ചിനെ ഓർഡർ ചെയ്ത് ലാസ്റ്റ് അവർ കാപ്പുച്ചിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ടി ഈ കാപ്പുച്ചിന അസോസിനെ അവിടെ വന്ന്. കാപ്പുച്ചിന്റെ അസോസിനെ നിങ്ങൾ കണ്ടോ? പിന്നില്ലേ എന്റെ ബ്യൂട്ടി പാർലറിലാണ് വന്നത്. ഞങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ എല്ലാവരും പേടിച്ചോടുമായിരുന്നു. ഇറങ്ങിയപ്പോഴെങ്കിൽ അവിടെ നല്ല മഴ. പിന്നെ ഭാഗ്യത്തിന് ഈ ട്രക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറിയത്. അയ്യോ എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും, വണ്ടി ഇങ്ങോട്ട് നിർത്താം. നിങ്ങൾ എല്ലാവരും ഇറങ്ങിക്കോ. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അയ്യോ വണ്ടി ഇവിടെ ഒതുക്കണ്ട. ഞങ്ങൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കാപ്പുച്ചിന് ഞങ്ങളുടെ പുറകെ വരത്തില്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞത്. കാപ്പുച്ചിന് നിങ്ങളെ പുറകെ നടക്കുമല്ലേ? എന്തിനാ എന്നെ കൂടെ ഇതിനകത്ത് പെടുത്തുന്നത്? ഞാനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നിങ്ങളൊന്ന് ഇറങ്ങാവോ ദൈവത്തെ ഓർത്ത്? അയ്യോ ഇയാളെന്താ പറയുന്നത്? ഇയാൾ നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചത്. ഇയാൾ ദുഷ്ടനാണല്ലോ ആള്. അയ്യോ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഇവിടെ ഇറക്കല്ലേ. ഞങ്ങൾ അടുത്ത ടൗണിൽ ഇറക്കിയാൽ മതി. ഇവിടെ ആൾവാസമില്ലാത്ത ഏരിയ. ആ കാപ്പുച്ചിലേക്ക് ഞങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. സോറി എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കും. ഞാൻ സൈഡിലോട്ട് വണ്ടി ഒതുക്കുക കേട്ടോ. എല്ലാവരും ഇറങ്ങിക്കാൻ മര്യാദയ്ക്ക്. സാർ പ്ലീസ് സാർ കാല് പിടിക്കാൻ. ഞങ്ങൾ എങ്ങനെ ഇറക്കല്ലേ ഇവിടെ? നിങ്ങൾ മര്യാദയ്ക്ക് എന്റെ വണ്ടി ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ ഈ മനപ്രയോഗം നടത്തി എല്ലാത്തിനും ഇറക്കണോ? വേണ്ട നിങ്ങൾ വണ്ടി നിർത്തിക്കോ. ഞങ്ങൾ ഇറങ്ങിക്കോളാം. ശാന്തി നീ എന്തോ പറയുന്നത്? പിന്നെ അല്ലാതെ ഇയാൾ തന്നെ നമ്മളെ ഇറക്കി വിടും എന്തായാലും. പിന്നെന്താ? അങ്ങോട്ട് ഒതുക്കുക. ഇറങ്ങി എല്ലാവരും. അയ്യോ ഇത് ആവാസം ഒട്ടും ഇല്ലാത്ത സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഇറക്കല്ലേ. കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. ഇനി എന്നെ കൊണ്ട് പറയുന്നു. മര്യാദയ്ക്ക് ഇറങ്ങ. അയാളെ പറയുന്നത് ദുഷ്ടന് നമ്മൾ എന്നും കണ്ടിട്ടില്ലല്ലോ. ഒരു സഹായം ചെയ്യായിരുന്നു അയാൾക്ക്. ഇതിപ്പോ സഹായത്തെക്കാൾ ഏറെ ഇപ്പൊ ദ്രോഹമായല്ലോ. അയാൾ കൊടും കാട്ടുന്നത് കൊണ്ട് നമ്മളെ കൊണ്ട് ഇറക്കിയത്. ഇവിടെ ഒറ്റ മനുഷ്യരില്ലെന്ന് തോന്നുന്നു. Cappuccino assassino. Assassini cappuccini. അയ്യോ കാപ്പുച്ചിനെ ഇവിടെ എത്തി.
അമ്മണി ഇവിടെ പേടിച്ചിരിക്കുമ്പോഴാ. എന്നെ വെട്ടിച്ചങ്ങ് കടന്നു കളാന്ന് വിചാരിച്ചല്ലേ? നീയൊക്കെ വണ്ടി കയറി അങ്ങ് രക്ഷപ്പെട്ടല്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യ. അവിടെ നിക്കല്ലാണോ? അയ്യോ ആള് വീശിയാ നിൽക്കുന്നത്. നാടിയും ഇങ്ങോട്ടോ മാറിക്കോ, ഒതുങ്ങി നിൽക്കേ. ഒതുങ്ങിയൊന്നും നിൽക്കണ്ട, എല്ലാരും തന്നെ കാട്ടിനുള്ളിലോട്ട് ഓടിക്കോ ഓടിക്കോ. ഇനി എങ്ങോട്ട് രക്ഷപ്പെടാൻ? ഇവിടെ തന്നെ കാണുമല്ലോ. ഇപ്പൊ ഞാൻ പിടിക്കാം. അതെന്തോ അവിടെ വെട്ടം കാണുന്നത്? ഒരു വണ്ടിയില്ലേ ദൂരെ നിന്ന് വരുന്നത്? അയ്യോ നമുക്ക് ആ വണ്ടിക്കെങ്കിലും കൈ കാണിച്ച് നോക്കായിരുന്നു. അതുകൊണ്ട് വണ്ടി വരുന്നു കൈ കാണിക്കും. ഞാനിപ്പോ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയില്ല. നിങ്ങളിപ്പോ എന്ത് ചെയ്തേനെ? അയ്യോ അച്ഛനെ കണ്ട എന്തായാലും ഭാഗ്യം. എന്തായാലും രക്ഷപ്പെട്ടല്ലേ നമ്മള്. ചേട്ടൻ വന്ന് എന്തായാലും ഞങ്ങൾ രക്ഷിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഈ റൂട്ട് വന്നത്. ഈ റൂട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓർത്ത് ഈ റൂട്ട് വരാന്ന് വിചാരിച്ചു. ആൾവാസം ഒട്ടും ഇല്ലാത്ത ഏരിയ ഇല്ലയോ, അതുകൊണ്ട് ഞാൻ ഈ വഴി വന്നത്. അച്ഛൻ എന്തായാലും പോലീസ് ആയത് നമ്മുടെ ഭാഗ്യമായല്ലോ. അതെ, അതുകൊണ്ടല്ലേ അച്ഛൻ ഇപ്പൊ നൈറ്റ് പെട്രോളിങ്ങിന് വന്നിട്ട് നമ്മളെ രക്ഷിച്ചത്. എന്നാലും ആ കാപ്പൂച്ചിനെ എങ്ങോട്ട് പോയി കാണും? ഇനിയിപ്പോ നമ്മളെന്തായാലും ഒന്നും പേടിക്കണ്ട, നമുക്കിനി നേരെ വീട്ടിൽ തന്നെ ചെല്ലാലോ. നമ്മൾ ഒറ്റയ്ക്ക് കാട്ടിലായിരുന്നെങ്കിൽ ആ കാപ്പൂച്ചിനേക്ക് നമ്മളെ പിടിക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ നമ്മൾ ഇനിയിപ്പോ എല്ലാവരും നമ്മുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാരും കേട്ടിട്ടില്ലാത്ത സ്വരം. അതാറിനകത്തുള്ളത്. അതെന്റെ കസ്റ്റമറാ. പുള്ളിക്കാരി ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട് വന്നായിരുന്നു എന്റെ ബ്യൂട്ടി പാർലറിൽ. അപ്പോഴേക്ക് കാമ്പൂച്ചിനെ അന്നേരം വന്നത് അങ്ങോട്ട്. ഇപ്പൊ എല്ലാരും പാടും പഠിച്ചല്ലോ. ഇനി ആ ബ്യൂട്ടി പാർലറിട്ട് ആരും പോയേക്കല്ലേ? അത് കൊള്ളാം. പിന്നെ പോകുന്ന വഴിക്ക് എന്നെ ഇങ്ങോട്ട് വീട്ടിലോട്ട് ഇറക്കിയേക്കണേ സാറേ. പിന്നെ ഇറക്കാം, ഷുവർ.